ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ ആ ഒരു വീഡിയോ ഇങ്ങനെ നമ്മുടെ രവീന്ദ്രൻ സുധിയുടെ കയ്യിൽ കൊടുത്തിട്ട് അത് ടി വിയിൽ കുത്തി സുധിയും ചന്ദ്രയും ശ്രുതിയും രവീന്ദ്രനും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമാട്ടോ നമ്മുടെ രവീന്ദ്രന്. കാരണം തൻ്റെ മകൻ നിരപരാധി ആയിട്ട് പോലും താനത് കേട്ടില്ല. മാത്രമല്ല നമ്മുടെ സച്ചിനെ അടിക്കാൻ കൈ ഓങ്ങി. അപ്പം ഇതുകൊണ്ട് സങ്കടപ്പെട്ടാണ് നമ്മുടെ രവീന്ദ്രൻ ഇത് കാണുന്നത്. പക്ഷെ മറിച്ച് നമ്മുടെ ചന്ദ്രയാണെങ്കിലോ കലി വന്നാ കാണുന്നത്. ഇത്രയും ദിവസം നമ്മുടെ ചന്ദ്ര ഓർത്തിരുന്നത് സച്ചി കള്ളു കുടിച്ചാണ് വണ്ടി ഓടിച്ചത്. അത് മാത്രമല്ല, അതുവഴി നമ്മുടെ സച്ചിനെ രേവതിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാന്നും കൂടി ചിന്തിച്ചല്ലോ. അപ്പൊ ഇത് കണ്ടതോടെ സകല കൺട്രോളും പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി പറയുന്നത് ഇത് ഫേക്കാ, ആരെങ്കിലും ഇത് വിശ്വസിക്കോ? ഇത് ഫേക്കാ അച്ഛാ, ഇത് ഫേക്കാ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങ് എണീറ്റില്ലേ, മിണ്ടിപ്പോകരുത്, ഫേക്ക്, അവൻ്റെ ഒരു ഫേക്കുമായിട്ട്. ദേ, ഇത് ഫേക്കൊന്നുമല്ല, നേരത്തെ കണ്ട വീഡിയോ ആ ഫേക്ക്. പാവം എൻ്റെ മരുമകള് കഷ്ടപ്പെട്ട് പോയി കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് ദേ അവനെ ഇപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരുന്ന രംഗവാ നിങ്ങൾ കണ്ടത്. മാത്രമല്ല, അവൻ്റെ വണ്ടിയും അവൾ ഇറക്കിക്കൊണ്ട് വന്നു. എടാ, ഇങ്ങനെ ഏത് ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റൂടാ? നിന്റെ ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. രേവതി മോൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് വേണോടാ കുറച്ച് കഴിവ്. നല്ല കഴിവുള്ളവളാ എൻ്റെ രേവതി മോള്. അവൾ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും സച്ചിനെ അവിശ്വസിച്ചിട്ടും അവൾ വിശ്വസിച്ചിട്ട് അവൾ ആ ബാറിൽ പോയി ആ ഒരു പ്രൂഫൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ദേ ഇപ്പം കണ്ടില്ലേ, ഈ ലോകമെമ്പാടും എൻ്റെ മകൻ നിരപരാധിയാണെന്ന് അറിഞ്ഞു. മതിയായില്ലേ? എല്ലാവർക്കും മതിയായില്ലേ? എടി ചന്ദ്രേ, നീ എന്താടി പറഞ്ഞത്? നിന്റെ മകൻ നിനക്ക് നാണക്കേടുണ്ടാക്കി വെച്ചു. നിന്റെ മകൻ കാരണം നീ ഭയങ്കരമായിട്ടും അപമാനിതയായി. എന്നിട്ട് ഇപ്പം എന്തായിടി? ദേ, എൻ്റെ മോനുണ്ടാക്കി വെച്ച നാണക്കേടും അപമാനവും ഒക്കെ അവൻ തന്നെയായിട്ട് തീർത്തിട്ടുണ്ട്. ഇനി മേലാല് അവനെക്കുറിച്ച് ആരെങ്കിലും ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ, ദേ, ഒരക്ഷരം മിണ്ടി പോകരുത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി ചന്ദ്രനെ നോക്കിയിട്ട് ഇതെന്താ സംഭവിച്ചതെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ആംഗ്യമൊക്കെ ഇങ്ങനെ കാണിക്കണം. ഇതെന്താ അമ്മ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്രൻ എനിക്കറിയില്ല എൻ്റെ മോളെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. ശ്രുതിയാണെങ്കിൽ ഇത് ഫേക്ക് ന്യൂസ് ആന്നേ, ഇത് വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാ, ഇതാരും വിശ്വസിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. രവീന്ദ്രനാണെങ്കിൽ ഭയങ്കര സങ്കടം. വീണ്ടും ഓർക്കുമ്പോൾ രവീന്ദ്രന് കരച്ചിൽ വരിക. എന്നാലും ഈ സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും കയറി വരികയാണ് കേട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും ശ്രീകാന്ത് വന്നു. അങ്ങനെ നമ്മുടെ സച്ചി രവീന്ദ്രനെ കണ്ട ഉടനെ തന്നെ വളരെ വിഷമത്തോടു കൂടി അകത്ത് കയറുന്നത്. സച്ചിയുടെ വിഷമത്തേക്കാൾ കൂടുതൽ രവീന്ദ്രനാണ് വിഷമം. അങ്ങനെ അകത്തേക്ക് കയറി വരുന്നതിന് മുമ്പ് തന്നെ ഓട്ടിച്ചെന്നിട്ട് മോനെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പോൾ അച്ഛ ഇതെന്താ അച്ഛയെ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, എങ്കിലും മോനെ നിന്നെ ഞാൻ അവിശ്വസിച്ചല്ലോ. അതൊന്നും സാരമില്ല അച്ഛാ. ദേ, സത്യം മനസ്സിലായല്ലോ. സത്യം ദേ എൻ്റെ ഭാര്യ വെളിയിൽ കൊണ്ടുവന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എങ്കിലും ഏടത്തിന് സമ്മതിച്ച് തന്നിരിക്കുന്നു. ഏടത്തി എത്ര ധൈര്യത്തോടു കൂടിയാ ആ ബാറിൽ പോവുകയും അവിടെ നിന്ന് ആ CCTV ദൃശ്യങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തത്. ഇതിനുള്ള ബുദ്ധി എവിടെന്നാ എൻ്റെ പൊന്ന് രേവതി ചേച്ചി കിട്ടിയത്? ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദിക്കാൻ ഞാൻ മറന്നുപോയ കാര്യമാണ് ഇപ്പം ഞാൻ ചോദിക്കുന്നത്. ഇത് വല്ലാത്തൊരു ബുദ്ധിയും വല്ലാത്തൊരു സ്നേഹവും വല്ലാത്തൊരു വിശ്വാസവും തന്നെയാണ് കേട്ടോ. ചില ഭാര്യമാരാണെങ്കിൽ ഭർത്താവിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേൾക്കാനിരിക്കുക തലയിൽ കയറാനായിട്ട്. പക്ഷേ രേവതി ചേച്ചീനെ കണ്ടു വേണം എല്ലാ ഭാര്യമാരും പഠിക്കാൻ. എൻ്റെ ശ്രുതിയും എൻ്റെ വർഷയും എല്ലാവരും രേവതി ചേച്ചീനെ കണ്ട് പഠിക്കണം. സത്യത്തിൽ ഇപ്പോഴുണ്ടല്ലോ നമ്മുടെ കുടുംബത്തിൻ്റെ രേവതി ചേച്ചി ഒരു പ്രൗഡാ, ഒരു അഭിമാനം രേവതി ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴത്തേക്ക് രേവതിനെ പുകഴ്ത്തുന്നത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് സഹിക്കുന്നില്ല. ചന്ദ്ര ആണെങ്കിൽ ഒരു അഭിമാനക്കാരി വന്നിരിക്കുന്നു, ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പുച്ഛത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ലെങ്കിലും മോളെ എനിക്കറിയായിരുന്നു നീ ഇവനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടാകുമെന്നും എനിക്കറിയായിരുന്നു. ഏതായാലും മോളെ നീ പോയി
നിന്റെ ഭർത്താവിനെ രക്ഷിച്ചുകൊണ്ട് വന്നല്ലോ. നിന്റെ ഭർത്താവിനുണ്ടായ അപമാനം നീ ഇപ്പം മാറ്റിക്കൊടുത്തല്ലോ. ഇപ്പം എല്ലാവരും അറിഞ്ഞല്ലോ എൻ്റെ മകൻ തെറ്റുകാരനല്ല, എൻ്റെ മകൻ ശരിയാണെന്ന് എല്ലാവരും അറിഞ്ഞല്ലോ. അതിന് കാരണക്കാരിയായത് നീയാ. ഭാഗ്യം ചെയ്ത എൻ്റെ മോന്. അതുകൊണ്ടാ നിന്നെപ്പോലെ ഒരു ഭാര്യനെ എൻ്റെ മോന് കിട്ടിയത്. ഭാഗ്യം. അപ്പോഴത്തേക്കുവാണെങ്കിൽ ചന്ദ്ര ഇങ്ങനെ കോക്കറിയൊക്കെ കുത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, നമ്മുടെ രവീന്ദ്രൻ പറയുന്നത്, ചന്ദ്രേ നീ നോക്കി നിൽക്കാതെ കാര്യം ചെയ്തേ, പോയി ആരതി എടുത്തോണ്ട് വരാന്. ആരതിയോ? എന്തിന്? ആരതി ഒഴിഞ്ഞ് വേഗം അകത്ത് കയറ്റാന്. ലോകമെമ്പാടും കണ്ടതാ. ദേ രേവതി മോൾക്ക് കണ്ണു തട്ടും. മാത്രമല്ല സന്തോഷമുള്ളൊരു ദിവസമല്ലേ. ആരതി ഒഴിഞ്ഞ് രണ്ടുപേരെ അകത്ത് കയറ്റിയാൽ മതി. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ഏയ് ആരതിയുടെ ആവശ്യമൊക്കെ ഉണ്ടോ അങ്കിളെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ രേവതി, അതെ ശ്രുതി, ആരതിയുടെ ആവശ്യമൊന്നും ഇല്ലായിരിക്കും. പക്ഷെ ശ്രുതി എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. ഭർത്താവിനെ നിലയ്ക്ക് നിർത്തണം, ഭർത്താവ് തെറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി ശിക്ഷിക്കണം എന്ന്. എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ല, ആ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് ഒരിക്കലും ഇവിടെ വേറെ ആരെ പോലും തെറ്റ് ചെയ്യില്ല. എൻ്റെ ഭർത്താവ് സത്യത്തിൻ്റെ കൂടെ നീതിയുടെ കൂടെ നിൽക്കുന്ന ആളാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഒരിക്കലും സച്ചേട്ടൻ തകർക്കുകയുമില്ല. പിന്നെ ചെറുതായിട്ട് എനിക്കിന്ന് പാളിപ്പോയി, ഞാനൊന്ന് അവിശ്വസിച്ചു. ദേ ഇപ്പം നിൽക്കുന്ന കണ്ടില്ലേ, എൻ്റെ ഭർത്താവിനെ ഞാൻ ഇപ്പം ദേ കൊണ്ടുവന്നിരിക്കുക എല്ലാവരുടെയും മുമ്പിൽ. എൻ്റെ ഭർത്താവ് ഇപ്പം നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാ. എൻ്റെ ഭർത്താവിനെ വേറെ എവിടെയും പോയി തെണ്ടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര കയറിയിട്ട്, എന്നാടി നീ പറഞ്ഞത്? അല്ല നീ ഇപ്പം ശ്രുതിയോട് എന്തിനാ ഇത്രയും നാക്കൊക്കെ വെച്ച് സംസാരിക്കുന്നത്? നിന്റെ ഭർത്താവിനെ രക്ഷിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്തിനാ അവളുടെ മെക്കിട്ട് കയറുന്നത്? ആഹാ, അത് കൊള്ളാലോ. വേണ്ട വേണ്ട, അതിൻ്റെ കാര്യമൊന്നുമില്ല. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത്, എന്താ എന്താ ചന്ദ്രൻ നിനക്ക്? അല്ല ഇപ്പൊ അവൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതേ ആവശ്യമുള്ള സമയത്ത് തന്നെ അവൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല സച്ചിനെ ഇവിടെ കുറ്റപ്പെടുത്താന് എല്ലാവർക്കും 100 നാവായിരുന്നല്ലോ. അതുമല്ല രേവതിനെ കുറ്റപ്പെടുത്താനും നിനക്ക് 100 നാവായിരുന്നല്ലോ. രേവതി കാരണമാണ് സച്ചി വഴിപഴച്ചു പോകുന്നത്. അവിടെയും ഇവിടെയും കിടന്ന് നിരങ്ങി നടന്നിട്ടാണ് സച്ചി വഴിപഴച്ചു പോകുന്നതെന്നൊക്കെ. എന്നിട്ട് ഇപ്പൊ എന്തേ പ്രശ്നം? അല്ല ഇപ്പൊ അവൾ എന്തെങ്കിലും പറയുമ്പോൾ നിനക്ക് നോവുന്നുണ്ടെങ്കിലേ അതിനാ പറയുന്നത് കുശുമ്പും അസൂയാന്നൊക്കെ. പിന്നെ എനിക്ക് ഇവളെ കണ്ടിട്ട് എന്ത് കുശുമ്പും അസൂയും വരാനാ? പിന്നെ എനിക്ക് കുശുമ്പും അസൂയൊന്നും ഇല്ല. എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, പോയി ആരതി എടുത്തോണ്ട് വന്ന് ഒഴിഞ്ഞകത്ത് കയറ്റ് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഗതികെട്ട ആരതിയൊക്കെ എടുത്തോണ്ട് വരുക. അപ്പൊ ശ്രുതി അവിടെ നിൽക്കുക. അപ്പൊ ശ്രുതിയോടും കൂടെ പറഞ്ഞു, മോളെ ശ്രുതി നീയും കൂടെ പിടിക്കുക എന്ന് പറഞ്ഞ് ശ്രുതിയും ചന്ദ്രയുടെ ഒരവസ്ഥയെ നമ്മുടെ സച്ചിനെ രേവതിനെ ആരതി ഒഴിഞ്ഞകത്ത് കയറ്റേണ്ട ഒരു അവസ്ഥ വന്നു. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ആന്റണീനെ കാണിക്കാം. ആന്റണി ജയിലിൽ ഇങ്ങനെ ലോക്കപ്പിൽ ഇങ്ങനെ കിടക്കാണ്. അവിടെ നമ്മുടെ ശരത്തും വന്നു. ശരത്ത് വന്നിട്ടാണെങ്കിൽ പല്ലൊക്കെ കടിച്ചമർത്തി പിടിച്ചോണ്ടാണ് ആന്റണിയുടെ മുമ്പിലേക്ക് വരുന്നത്. ആന്റണി ഇത്ര ഒരു വൃത്തികേട് കാണിക്കുന്നത് ശരത്ത് ഓർത്തില്ല. എന്നാലും അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരത്ത് പറഞ്ഞു, മോനെ ശരത്തെ, ദേ എനിക്കിതൊന്നും അറിയില്ല കേട്ടോ, സത്യമായിട്ടും വീഡിയോ എടുത്തെന്നുള്ളത് കാര്യമൊക്കെ ശരിയാ. പക്ഷെ നിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ വീഡിയോ ഞാൻ ഈ സമൂഹത്തെ മുഴുവൻ കാണിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? അതും എൻ്റെ ഫോൺ വഴി? ഒരിക്കലും ഇല്ല, നീ എന്നെ വിശ്വസിക്കടാ. ഒരിക്കലും നിന്റെ ചേച്ചിക്കോ നിനക്കോ ഒരിക്കലും അപമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. നിന്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ ആരാ? എനിക്ക് എൻ്റെ ചേച്ചീനെ പോലെയല്ലേ. എൻ്റെ ചേച്ചീനെ ഞാൻ ഇങ്ങനെ അപമാനിക്കുമോ? എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ ഞാൻ ഇങ്ങനെ അപമാനിക്കുമോ? നിന്റെ അളിയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അളിയനല്ലേ? ഒരിക്കലും ഇല്ലടാ, ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, നീ എന്നെ വിശ്വസിക്കടാ. അത് പിന്നെ ആന്റണി ചേട്ടാ, എല്ലാവരും ഇങ്ങനെ പറയുമ്പം മാത്രമല്ല ആ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയല്ലേ, അതൊന്നും അറിയില്ലടാ. അത് വേറെ ആരോ എടുത്തത് കൊണ്ടാണല്ലോ അതിൽ ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഇതും കൂടെ കയറി വന്നത്. അത് ഉറപ്പാ, ഞാൻ വീഡിയോ പിടിച്ചെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഞാനല്ലടാ മോനെ, ഞാനല്ലടാ, നീ വിശ്വസിക്കടാ. നിനക്ക് ആന്റണി ചേട്ടന് വിശ്വാസം ഇല്ലടാ എന്നൊക്കെ ചോദിച്ച് എന്നാ പറയും ഉരുണ്ട് കളിക്കുകയാണ് കേട്ടോ. ഏതായാലും ഇത് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശരത്തിന്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് അലിഞ്ഞു കേട്ടോ. അപ്പൊ ശരത്ത് പറഞ്ഞു, അത് പിന്നെ ആന്റണി ചേട്ടാ പോട്ടെ,
സാരമില്ല. ആ എടാ ഞാന് ലോക്കപ്പിൽ കിടക്കുന്നോണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ചിലപ്പോ ഇനിയിപ്പം ഇത് നേരെ കോർട്ടിലേക്ക് പോയി ഞാൻ ജയിലിലേക്കൊക്കെ പോകുമായിരിക്കും. നീ വേണം എല്ലാം നോക്കിയും കണ്ടും നടത്താനായിട്ട്. ദേ പൈസ പിരിക്കാനും അതുപോലെ എല്ലാ കാര്യവും എനിക്ക് പകരം നീ വേണം നിന്ന് ചെയ്യാന്. എൻ്റെ സ്ഥാനത്ത് ഇനി നീ വേണം. നിങ്ങളെല്ലാവരും കേട്ടല്ലോ. എൻ്റെ സ്ഥാനത്ത് ഇനി ഇവനാണ്. എന്നെ കാണുന്ന പോലെ ഇനി ഇവനെ കാണണം. ഇനി ഇവനാണ് നിങ്ങളുടെ ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്തിനെ അങ്ങോട്ട് പൊക്കി വെക്കുകയാണ്. അപ്പൊ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് ശരത്തിന് ഭയങ്കര സന്തോഷമാവുമല്ലോ. ആന്റണിയുടെ സ്ഥാനത്ത് ഇനി എല്ലാവരും ബോസ് എന്നൊക്കെ വിളിക്കുന്ന ശരത്തിനെ ആകുമ്പോഴത്തേക്കും ശരത്തിന് അവിടെ ഒരു ഞെളിഞ്ഞ് നിൽക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് ശരത്ത് എന്താണ് ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പൊ ആന്റണി പറയുന്ന എല്ലാം സത്യമാണ് എന്ന് തന്നെയാണ് ശരത്ത് വിശ്വസിക്കുന്നത് കേട്ടോ. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ ഒരു കാർ എടുത്തോണ്ട് അങ്ങ് വരികയാണ് കേട്ടോ. അയ്യോ പിന്നെ അല്ലേ പുകില്. അങ്ങനെ കാർ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം നേരെ പരവരാ വെളുത്തു. നേരമൊക്കെ വെളുത്ത് പിന്നെ പിറ്റേ ദിവസം ആയിട്ടോ, പിറ്റേ ദിവസമാണ് കാർ എടുത്തോണ്ട് വരുന്നത്. അപ്പോൾ കാറ് കണ്ട ഉടനെ തന്നെ കാറിൽ നിന്ന് ഇങ്ങനെ വലിയ ഗമിക്കാണ് നമ്മുടെ ശ്രുതിയും കൂടെ ഇറങ്ങി വരുന്നത്. അച്ഛാ അമ്മേ ഭായോ എന്ന് വിളിച്ചുകൊണ്ട് കാറിക്കൊണ്ടാണ് നമ്മുടെ ശ്രുതി വരുന്നത്. അപ്പൊ ശ്രുതിനെ കണ്ടതും എന്താടാ നീ എന്താ ഈ ഒച്ച ഇടുന്നതെന്ന് നമ്മുടെ ചന്ദ്ര ചോദിക്കുമ്പോഴത്തേക്കും ദേ നോക്കിക്കേ അമ്മേ കാറ്. ആഹാ ഇത് കൊള്ളാലോ, ഇതെവിടെന്നാ? ഇത് ഇത് ഞങ്ങൾ മേടിച്ചത്, ഇത് ഞങ്ങളുടെ സ്വന്തം കാറ്. ഏ മോനെ ശ്രുതി നീ മേടിച്ച കാറോ? ആ അതേന്നേ. ഇതെന്താമ്മേ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ഇത് ഞാനും ശ്രുതിയും കൂടെ ചേർന്ന് മേടിച്ച കാറാ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അയ്യോ അടിപൊളിയായിട്ടുണ്ട് മോനെ, എനിക്കിങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേ എൻ്റെ പൊന്നു രവിയേട്ടാ ഇങ്ങ് വന്നേ. അയ്യോ അയ്യോ എന്ത് രസമാണ് ഈ കാറ് കാണാനായിട്ട്. അയ്യോ എനിക്കിങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ. ഇത് നിന്റെ കാറാണോ? അതെ അമ്മേ, ഇതേ നമ്മുടെ കാറാ. ഇനി നമുക്ക് കാറുണ്ട്. ഇവിടെ സച്ചിക്ക് മാത്രമായിരുന്നല്ലോ കാറ്. ഇനി സച്ചി മാത്രം ഞെളിഞ്ഞിരിഞ്ഞ് കാറിൽ പോയാൽ പോരല്ലോ. എനിക്ക് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എവിടെയൊക്കെ പോകേണ്ടി വരും. അപ്പൊ കാറ് ആവശ്യമല്ലേ, അതുകൊണ്ടാ ഒരു കാറ് മേടിച്ചത്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വന്നു. രവീന്ദ്രൻ വന്നിട്ട് എന്താ എന്താ ചന്ദ്രൻ? ദേ രവിയേട്ട നമ്മുടെ മോൻ ദേ കാറ് മേടിച്ചിരിക്കുന്നു. അല്ല ഇത് നിങ്ങൾ മേടിച്ച കാറാണോ? അപ്പൊ ശ്രുതി പറഞ്ഞു അതെ അച്ഛാ, ഇത് ഞങ്ങൾ മേടിച്ച കാറാ. അല്ല ഇപ്പൊ ഇതിന്റെ ആവശ്യമല്ലോ ഉണ്ടായിരുന്നോ? അത് പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പം നമുക്ക് കാറൊക്കെ വേണമല്ലോ. ആ അതൊക്കെ ശരിയാ മോളെ. ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ കാറൊക്കെ വേണം. അല്ല ബിസിനസ് എന്താണെന്ന് നിങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചോ? അത് പിന്നെ ബിസിനസ് എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചില്ല. അതിലേക്കുള്ള പോക്കാണല്ലോ നമ്മൾ. ഞങ്ങൾ ഓരോ ബിസിനസ്സുകൾ ചെയ്യാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു ഓരോരോ ഐഡിയാസ് ഒക്കെ മനസ്സിലേക്ക് കയറി വരുന്നതേ ഉള്ളൂ. ആ അതെ അച്ഛാ, ഒരുപാട് ഐഡിയാസ് ഞങ്ങളുടെ മുമ്പിലുണ്ട്, ഒരുപാട് ഐഡിയാസ്. അതിലേതെങ്കിലും ഐഡിയാസ് ഞങ്ങൾ ചെയ്യും. നോക്കിക്കും. നോക്കച്ചാ നോക്ക്. എല്ലാവർക്കും എന്നെ ഇവിടെ പുല്ല് വിലയല്ലായിരുന്നു, ഇപ്പൊ എനിക്ക് കാറായി, ബിസിനസ് ആകുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ ആർക്കും ഒന്നും പറയാനില്ലായിരിക്കും. അല്ല കണ്ടില്ലല്ലോ എന്തിയെ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇറങ്ങി വരികയാണ്. അപ്പൊ സച്ചി ഇറങ്ങി വരുന്നു. ശ്രീകാന്തും വർഷയൊക്കെ വന്നു കേട്ടോ. ശ്രീകാന്തും വർഷയും കണ്ടിട്ട് വളരെ നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു. ആ നല്ല വണ്ടി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സച്ചി ഇറങ്ങി വന്നിട്ട് ഇതെന്താ പുതിയ വണ്ടിയൊക്കെ മുറ്റത്ത്? അത് പിന്നെ ദേ സുധി മേടിച്ചതാ എന്നിങ്ങനെ രവീന്ദ്രൻ പറഞ്ഞപ്പം സുധി മേടിച്ച വണ്ടിയോ? മറിയോ ഒന്ന് കാണട്ടെ. ഇതിന് എത്ര ലക്ഷം രൂപയായി? ഇതിന് ഒരു 4 ലക്ഷം രൂപയായി. 4 ലക്ഷം രൂപയ്ക്കാ ഞങ്ങൾ ഈ വണ്ടി മേടിച്ചത്. 4 ലക്ഷം രൂപയോ? എന്തുവാടാ സുധി? മറിക്ക നീ, ഞാൻ മൊത്തം ഒന്ന് നോക്കട്ടെ. ഓ ഈ ടയറൊന്നും അത്രയ്ക്ക് കണ്ടീഷൻ അല്ലല്ലോ. ദേ 4 ലക്ഷം രൂപ പോയിട്ട് ഇതിനൊരു 2 ലക്ഷം രൂപ വരെ കൊടുക്കുന്നത് നഷ്ടമാണേ. നീ എന്തിനാടാ എടുത്ത് ചാടി ഇതൊക്കെ ചെയ്യുന്നത്? നിനക്കൊരു വാക്ക് എന്നോട് ചോദിക്കത്തില്ലായിരുന്നോ? അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ, നിനക്കൊരു വാക്ക് ചോദിക്കത്തില്ലായിരുന്നോ സച്ചിയോട് ചോദിക്കുകയാണെങ്കിൽ നല്ല കണ്ടീഷനുള്ള നല്ല ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി സച്ചി മേടിച്ച് തരത്തില്ലായിരുന്നോ? ഓ പിന്നെ അതെവിടെന്ന അങ്കിളെ, സച്ചിക്ക് ഞങ്ങൾക്ക് വണ്ടി മേടിച്ചു തരാനൊക്കെ സമയം. സച്ചിക്ക് ഞങ്ങൾ വല്ലതും നോക്കി വെച്ച വണ്ടി എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനല്ലേ അറിയത്തുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് വണ്ടി മേടിച്ചു തരാനോ ഞങ്ങളെ അല്ലെങ്കിൽ പിന്നെ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാനോ ഒന്നും ആഗ്രഹമില്ലല്ലോ. അപ്പോഴത്തേക്കും അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞതെന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പം അത് പിന്നെ വേറൊന്നുമല്ല, ഞങ്ങളൊരു വണ്ടി കണ്ടു. അത് അത് സച്ചി വേറൊരാൾക്ക് ആൾക്ക് മറിച്ച് വിറ്റു. ഓ അതാ സത്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു അങ്ങനെയൊന്നും അല്ല അച്ഛാ, ദേ ഇവരൊരു വണ്ടി കാണാൻ പോയി. ഞാൻ വേറൊരു കൂട്ടരെയും കൊണ്ട് ആ വണ്ടി തന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ ചെന്നപ്പം ആ വണ്ടി മേടിക്കാൻ ഞാൻ നോക്കി. ഞാൻ
എൻ്റെ വിശ്വസ്തരെയും കൊണ്ട് പോയി. അവർക്ക് ഇഷ്ടപ്പെട്ട വണ്ടി അത് മേടിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ. അതുകൊണ്ട് അത് അവർക്ക് മേടിച്ചു കൊടുത്തു. അവർ റെഡി പൈസ കൊടുക്കുകയും ചെയ്തു, ആ വണ്ടി എടുത്തോണ്ട് പോവുകയും ചെയ്തു. അതിനിപ്പോൾ ഞാൻ എന്ത് തെറ്റാടാ സുധി ചെയ്തത്? ഇത് കൊള്ളാമല്ലോ, അപ്പോൾ ഇത് വലിയ ഊത്തായി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രീകാന്ത്, ഏതായാലും നമുക്കും ഒരു കാര്യം ചെയ്യാം, നമുക്കും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഉടനെ എടുക്കണം വർഷ. കണ്ടില്ലേ, സുധിയേട്ടനും സച്ചേട്ടനൊക്കെ വണ്ടി ആയില്ലേ. സെക്കൻഡ് ഹാൻഡ് വണ്ടിയോ? സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊന്നും എടുക്കണ്ട. പിന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇത് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ മോഡലായിട്ടുള്ള വണ്ടി ഏതാണോ അത് നമ്മൾ നേരെ പോയി ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരിക ചെയ്യേണ്ടത്. പുതിയ വണ്ടി മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ശ്രീകാന്ത് എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും ഒക്കെ ഒന്ന് ചമ്മി നാറിയിട്ടോ. പഴയ വണ്ടിക്ക് അത്ര വാല്യൂ ഇല്ല എന്നുള്ള രീതിയിലാണല്ലോ. ഏതായാലും വണ്ടി എടുത്തേണ്ട പോകിലാണ് ഇന്ന് നമ്മളുടെ വിശേഷത്തിൽ പ്രധാനമായിട്ടും കാണാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. ഇനിയിപ്പം വണ്ടി എടുത്തതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വിശേഷത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രമോ വിശേഷത്തിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ മൂക്കറ്റം കൂടിച്ച് ലേശം വെളിവില്ലാതെ കിടന്ന് ഭയങ്കരമായിട്ടും കൂത്ത് കാണിക്കുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ നാണക്കേടാത്ത അതൊക്കെയാട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. നയനയുടെയും ആദർശിൻ്റെയും കഥയാണ്. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.